ഹായ് ഹലോ ഗുഡ് ഈവനിങ്. എന്തൊക്കെയാണ്, സുഖം തന്നെയല്ലേ? അപ്പോൾ കുറച്ച് നാളായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു മാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെക്കിൻ്റെ കറക്റ്റ് അളവിൽ ഒരു ചെയിൻ എടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ കറക്റ്റ് അളവല്ല, നമുക്ക് മാലയുടെ ലെങ്ത് എത്രയാണോ വേണ്ടത് അത്രയും അളവിലുള്ളൊരു ചെയിൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്ത് 2 പാർട്ടാക്കി മാറ്റി. എന്നിട്ട് അതിലൊരു പാർട്ടിനെ വീണ്ടും കട്ട് ചെയ്യാണ്, ഒരു കാൽ ഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. അതേപോലെ രണ്ടും കട്ട് ചെയ്തെടുക്കും കേട്ടോ. അങ്ങനെ 4 പീസാവും, 2 ചെറുതും 2 വലിയ പീസുകളും കേട്ടോ. അങ്ങനെ 4 കഷ്ണങ്ങളും എടുത്ത് വെക്കുക. എന്നിട്ട് അതിനൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ബീഡ് എടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനിത് രണ്ടാമത്തെ കട്ട് ചെയ്യാണ് കേട്ടോ. രണ്ടാമത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് അളവ് എടുത്തിട്ട് കട്ട് ചെയ്തു. ആദ്യം കട്ട് ചെയ്ത് അതേ ചെറിയ പീസ് വെച്ചിട്ട് അളവെടുത്ത് കട്ട് ചെയ്തു. പിന്നെ ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട ബീഡ് എടുക്കുക, ഐ പിന്നിലേക്ക് കോർക്കുക. ഐ പിന്നിൻ്റെ 2 സൈഡും ലോക്ക് ചെയ്യാം. അപ്പോൾ ലോക്ക് ചെയ്യുന്നതിന് മുമ്പേ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ചെറിയ ചെയിനില്ലേ, ആ ചെറിയ ചെയിന് 2 ഭാഗത്തും കോർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ലോക്ക് ചെയ്യുന്നതിന് മുമ്പേ വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കഴിയും. അപ്പോൾ എൻ്റെ കൂടെ അത് വിട്ടുപോയി, ഞാൻ ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ആ ചെറിയ ചെയിൻ ഇട്ടു. രണ്ടാമത്തെ സൈഡിലും അതേപോലെ തന്നെ ചെയിന് കോർക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഐ പിൻ എടുക്കുക. ഇതിന് 3 ഐ പിൻ ആവശ്യമുണ്ട് കേട്ടോ. ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഐ പിൻ ആവശ്യമുണ്ട്. വീണ്ടും ഒരു ഐ പിൻ എടുക്കുക. എന്നിട്ട് സെയിം കളറ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡൽ ബീഡോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ ഒരു ഐഡിയ ഉണ്ടാവില്ല, അതിനനുസരിച്ചിട്ട് ബീഡ് എടുക്കുക. ഞാൻ പിങ്ക് കളർ തന്നെ വരുന്ന ഒരു റൗണ്ട് ബീഡാണ് എടുത്തിട്ടത്. ഐ പിന്നിൽ കോർത്തു. എന്നിട്ട് ആ ചെയിനിൻ്റെ അറ്റത്തേക്ക് കോർത്ത് വെച്ചു കേട്ടോ. നമ്മൾ ഹാർട്ട് ഷേപ്പിൽ ബീഡ് കോർത്തില്ലേ, അതിൻ്റെ അറ്റത്തായിട്ട് കോർത്ത് വെച്ചു. എന്നിട്ട് വലിയ ചെയിൻ കട്ട് ചെയ്ത് ബാക്കി വെച്ചതിൽ വലിയ 2 ചെയിനില്ലേ, അതിലൊരു ചെയിൻ അതിൽ കണക്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ഇതേപോലെ കണക്ട് ചെയ്ത് വെച്ചു. അടുത്ത സൈഡിലും ഇതേപോലെ തന്നെ ചെയ്തു. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഫിഷ് ലോക്ക് ഇട്ടു, ലോക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഈ ഒരു ചെയിൻ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാലയാണ്. അപ്പോൾ ഒരേ ബീഡ് വെച്ചിട്ടും ചെയ്യാം. ഞാനിപ്പം സെൻറ്ററിൽ ലോക്കറ്റ് ഹാർട്ട് ഷേപ്പിലുള്ള ബീഡ് വെച്ച് ചെയ്തു. അല്ല എങ്കിൽ നമുക്ക് സെയിം ബീഡ് വെച്ചിട്ടും ചെയ്യാം. നല്ല ഭംഗിയാണ് കാണാൻ, ക്യൂട്ടാണ്, സിമ്പിളാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മാച്ചായിട്ട് ഒരു കമ്മൽ കൂടെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയിന് കട്ട് ചെയ്ത് മാറ്റി വിട്ടിട്ടുണ്ട്. നമുക്ക് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് ആ ഒരു ലെങ്ത്ത് 2 മടക്കാക്കിയിട്ടാണ് എടുത്തത് കേട്ടോ. അപ്പോൾ 2 മടക്കാക്കിയിട്ടുള്ള ലെങ്ത്തിൽ എടുക്കാം. ഹൂക്ക് എടുക്കുക, അതിലേക്ക് ഒരു ഐ പിന്നി കോർത്തിട്ട് നമ്മൾ മാലയ്ക്ക് ഏത് ബീഡാണോ എടുത്തുള്ളത് ആ ഒരു റൗണ്ട് ബീഡ് എടുത്തു കേട്ടോ. റൗണ്ട് ബീഡ് എടുത്ത് കോർത്തു. എന്നിട്ട് അറ്റം ഒന്ന് ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ആ ചെയിനിൻ്റെ സെൻറ്ററിൽ കോർത്ത് വെച്ചു. അപ്പോൾ കറക്റ്റ് സെൻറ്റർ കണ്ടെത്തണം. അപ്പോൾ കറക്റ്റ് സെൻറ്റർ കണ്ടെത്തിയിട്ട് ആ സെൻറ്റർ കോർത്ത് വെക്കുക. അതിനുശേഷം വീണ്ടും ഒരു ഐ പിൻ എടുത്തിട്ട് ഇതേപോലെ കോർത്ത് എടുക്കുക കേട്ടോ. എന്നിട്ട് ലോക്ക് ചെയ്യാം. വീണ്ടും ഒരു ഐ പിൻ എടുക്കുക, അതിൽ ഈ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ബീഡ് കോർത്തിട്ട് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ കമ്മലിൻ്റെ ഹൂക്കിൽ വെച്ച ചെയിനില്ലേ, അതിൻ്റെ 2 അറ്റവും ഈ 2 ഹൂക്കിലേക്ക് കോർത്ത് വെക്കുക. അപ്പോൾ കമ്മൽ റെഡിയായി കേട്ടോ. ഇതും സിമ്പിളായിട്ടുള്ള കമ്മലാണ്, കാണാൻ നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ് കേട്ടോ. സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കമ്മൽ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തൊക്കെയാണ്, കുറച്ച് നാളായി ഞാൻ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഇനി കണ്ടിന്യൂ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പരമാവധി ഞാൻ ശ്രമിക്കാം. അപ്പോൾ എൻ്റെ കൂടെ നിന്നവർ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും വീണ്ടും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നില്ല. അതിനു മുന്നേ ഞാൻ ജസ്റ്റ് ഈ മാല ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അടിപൊളി മാലയും കമ്മലാണ്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു പ്ലാനും ഒന്നുമില്ലാതെ സംസാരിച്ചതാണ്. എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്ന് പോലും അറിയില്ല. ഓക്കെ, ബൈ.